Good morning, all. Next topic is mental health. Mental health is a crucial aspect of overall well-being that affects how individuals think, feel, and behave. It influences how people cope with stress, relate to others, and make decisions. Mental health is just as important as physical health, and maintaining good mental health is essential for living a fulfilling life. It encompasses emotional, psychological, and social well being across the lifespan from childhood to adulthood. Key elements of mental health: emotional well being, psychological well being, social well being. Importance of mental health: quality of life, physical health, social and family life, work and productivity, ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് നല്ല രീതിയിൽ പോകുന്നതിന് നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ് നോക്കുന്നത്? ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്, ഡിപ്രഷൻ വരുന്നുണ്ട്, ബയോപോളർ ഡിസോർഡർ, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, സ്കിസോഫ്രീനിയ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇതൊക്കെ നമ്മൾ ഈ പറയുന്ന മെൻ്റൽ ഹെൽത്ത് നല്ല രീതിയിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ലാക്ക് ഓഫ് മെൻ്റൽ ഹെൽത്ത് കൊണ്ടിട്ട് നമുക്ക് വരുന്ന അസുഖങ്ങളാണ്. അതിൽ പലതും നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെ മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതനുസരിച്ചുള്ള കെയറും സപ്പോർട്ടും നമ്മൾ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുകയും വേണം. സയൻസ് ഓഫ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലം. ഇനി മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസിൻ്റെ എന്തൊക്കെയാണ് സയൻസ് അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത്? ഇമോഷണൽ സിംറ്റംസ്: ഫീലിംഗ് സാഡായിട്ടിരിക്കുക, ആങ്ഷ്യസ് ഉണ്ടായിരിക്കുക, ഒന്നിനോടൊരു താല്പര്യമില്ലായ്മ, ഹോപ്പ്ലെസ്നെസ് ഉണ്ടാവുക. ബിഹേവിയറൽ സിംറ്റം എന്ന് പറയുന്നത് വിഡ്രോവൽ ഫ്രം സോഷ്യൽ ആക്ടിവിറ്റി. സോഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നെല്ലാം തന്നെ അവർ വിഡ്രോ ചെയ്ത് മാറിപ്പോവുക. റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ അവർ നെഗ്ലക്റ്റ് ചെയ്യുക. റിസ്കി ബിഹേവിയറിൽ കാണിക്കാൻ ശ്രമിക്കുക. ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവുക, ഒന്നുകിൽ ഓവർ സ്ലീപ്പിംഗ് ആയിരിക്കുക, ചേഞ്ചസ് ഇൻ അപ്പറ്റൈറ്റ്, ഹെഡ് ഏക്സ്, അൺഎക്സ്പ്ലെയിൻഡ് ആക്സ് ആൻഡ് പെയിൻസ്. ആവശ്യമില്ലാത്ത ചില കുറച്ച് വേദനകളുണ്ടെന്ന് തോന്നിക്കുക, അതല്ലെങ്കിൽ ഉറക്കം ഒന്നിൽ കൂടുതലായിട്ട് അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ അവർ ഒരു ഒളിച്ചോട്ടമാണ് മറ്റുള്ള ആ സോഷ്യൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുന്നതിൽ നിന്ന്. കൊഗ്നിറ്റീവ് സിംറ്റംസ്: ഡിഫിക്കൽറ്റി ഇൻ കോൺസെൻട്രേറ്റിംഗ്, മെമ്മറി പ്രോബ്ലംസ്, നെഗറ്റീവ് തോട്ട് പാറ്റേൺ. സോഷ്യൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അവോയ്ഡിങ് ഫ്രണ്ട്സിനെ അവോയ്ഡ് ചെയ്യുക, ഫാമിലി അവോയ്ഡ് ചെയ്യുക, ആക്ടിവിറ്റീസ് യു വൺസ് എൻജോയ്. ഇതൊക്കെ നമ്മൾ നേരത്തെ എൻജോയ് ചെയ്തിരുന്നതാണെങ്കിലും പക്ഷെ നമുക്ക് മെൻ്റൽ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ മാറിപ്പോവാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മെൻ്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബയോളജിക്കൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ലൈഫ് എക്സ്പീരിയൻസ് വരുന്നുണ്ട്, സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ക്രോണിക് ഇൽനെസ്. ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ ജെനറ്റിക്സ്, ബ്രെയിൻ കെമിസ്ട്രി, ഹോർമോണൽ ഇംബാലൻസ്, ഇതൊക്കെ കൊണ്ടിട്ട് നമുക്ക് മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ മോശമാവാനുള്ള സാധ്യതകളുണ്ട്. ലൈഫ് എക്സ്പീരിയൻസ്, നമുക്ക് ലൈഫിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ട്രോമാസോ അബ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി ഹിസ്റ്ററി ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ കൊണ്ടിട്ട് നമുക്ക് മെൻ്റൽ ഹെൽത്ത് നമുക്ക് എന്താ പറയുക ബാഡ് മെൻ്റൽ ഹെൽത്തിലേക്ക് നമ്മൾ നയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സോഷ്യൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കൊണ്ടിട്ട്, പോവർട്ടി കൊണ്ടിട്ട്, സോഷ്യൽ ഐസൊലേഷൻ കൊണ്ടിട്ടോ, ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് സപ്പോർട്ട് നെറ്റ്വർക്ക്സ് ക്യാൻ ഇമ്പാക്റ്റ് മെൻ്റൽ വെൽബീയിങ്. അല്ലെങ്കിൽ ക്രോണിക് എന്തെങ്കിലും ഇൽനെസ് ഉണ്ടെങ്കിലും, ലോങ് ടേം ഹെൽത്ത് കണ്ടീഷൻസ് ലൈക്ക് ഹേർട്ട് ഡിസീസ്, ക്യാൻസർ ഓർ ഡയബറ്റീസ് ക്യാൻ ലീഡ് ടു മെൻ്റൽ ഹെൽത്ത് ചാലഞ്ചസ് ലൈക്ക് ഡിപ്രഷൻ ഓർ ആൻസൈറ്റി. മെയിൻറ്റെയിനിങ് ഗുഡ് മെൻ്റൽ ഹെൽത്ത്. ഒരു ഗുഡ് മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സസൈസ് റെഗുലർലി, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്, ഗെറ്റ് എനഫ് സ്ലീപ്പ്, പ്രാക്ടീസ് mindfulness and relaxation, stay connected, set realistic goals, engage in activities you enjoy, seek professional help.
നമ്മുടെ ഗുഡ് മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണിത്. റെഗുലർ ആയിട്ടുള്ള എക്സസൈസ്, അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് ഹാബിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, ആവശ്യത്തിന് ഉറങ്ങുക, അതുപോലെ തന്നെ മൈൻഡ് റിലാക്സ് ചെയ്യുന്ന പ്രോഗ്രാംസിൽ നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക. എപ്പോഴും നമ്മൾ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ റിലേഷൻഷിപ്പോ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. അതായത് സ്റ്റേ കണക്റ്റഡ്. റിയലിസ്റ്റിക് ഗോൾസിന്, എന്തെങ്കിലും ഒരു ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എൻഗേജിങ് ആക്ടിവിറ്റീസ്, നമ്മൾ എൻജോയ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസ് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ് തേടുക. ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തെറാപ്പീസ് ഉണ്ട്. അതിൽ കൗൺസിലിംഗ്, കോഗ്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, സൈക്കോ തെറാപ്പി, ഇങ്ങനെ ഫോമായിട്ടുള്ള കുറച്ച് തെറാപ്പീസ് നമ്മൾ കൊടുക്കുക. മെഡിക്കേഷൻസ്, ക്രൈസിസ് ഇൻ്റർവെൻഷൻ, ഇപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും ഡേഞ്ചർ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ക്രൈസിസിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ആളുകൾ, അതല്ലെങ്കിൽ നമ്പറൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കുക. അങ്ങനെ അവർ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകുന്ന ഒരു സമയത്ത് ചില ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഒന്ന് വിളിക്കും എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു ഫോൺ കോൾ അവർ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ചിലപ്പോൾ ഇവർ മരിക്കില്ലായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് കേസസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എമർജൻസി ആയിട്ട് വിളിച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും നമ്പറുകളൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതുപോലെ നമുക്കിന്ന് ചെയ്യാൻ പറ്റിയിരുന്നത് അവരെ സപ്പോർട്ട് ചെയ്യുക, അവർക്കൊരു ഇതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് കൊടുക്കുക, എൻകറേജ്, ഹെൽപ്പ് സീക്കിങ് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഒരാളെ വിളിക്കാൻ മടിക്കരുത് എന്നുള്ള രീതിയിലേക്ക് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടേക്കിംഗ് കെയർ ഓഫ് യുവർ മെൻ്റൽ ഹെൽത്ത് ത്രൂ സെൽഫ് കെയർ, തെറാപ്പി, സീക്കിംഗ് സപ്പോർട്ട് വെൻ നീഡഡ് ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഇമോഷണൽ വെൽബീയിങ്. മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ആർ ട്രീറ്റബിൾ and with the right care and support, individuals can lead fulfilling and productive lives. എപ്പോഴും നമുക്ക് ആ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട് എന്ന് കരുതിയിട്ട് അവർക്കൊരു സക്സസ് ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ സാധിക്കില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. നമുക്ക് അതിൽ പ്രോപ്പറായിട്ടുള്ള കെയറും സപ്പോർട്ടും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു മെൻ്റൽ പേഷ്യൻറ്റിനെയും, അതായത് നമുക്ക് മെൻ്റൽ പ്രോബ്ലംസ് ഉള്ളവരെ നമുക്കതിൽ നിന്നും റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പ്രോപ്പറായിട്ടുള്ള കെയറും സപ്പോർട്ടും ആണ് ഇതിന് അത്യാവശ്യമായിട്ട് വരുന്നത്. അടുത്തതിൽ വരുന്ന ടോപ്പിക്കാണ് മെൻ്റൽ ഹൈജീൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസസ് ആൻഡ് ഹാബിറ്റ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ് മെൻ്റൽ വെൽബീയിങ്. Just as physical hygiene practices contribute to overall physical health, it involves adopting habits and behaviors that help preserve emotional, psychological, and social health, preventing mental health problems and promoting a balanced, fulfilling life. Key aspects of mental hygiene: self-awareness. നമ്മളെപ്പറ്റി തന്നെ ഒരു അവയർനെസ്, ഒരു ബോധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സംസാരം, തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയേഴ്സ്, ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു ഐഡൻറ്റിഫൈ ഏർലി സൈൻസ് ഓഫ് സ്ട്രെസ് ഓർ മെൻ്റൽ ഹെൽത്ത്. Next aspect, stress management. Regular practices to cope with stress help maintain emotional balance. Positive thinking. Cultivating a positive mindset, focusing on gratitude and reframing negative thoughts to prevent the buildup of stress and anxiety. Healthy relationship. Maintaining a supportive relationship with friends, family, and co-workers is essential for mental well-being. Mental relaxation. Taking time to relax and recharge, including practices like meditation, yoga, or engaging in enjoyable activities, helps maintain mental activity. Benefits of mental hygiene.
പ്രിവെൻഷൻ ഓഫ് മെൻ്റൽ ഹെൽത്ത് ഡിസോർഡർ. മെൻ്റൽ ഹെൽത്ത് ഡിസോർഡറിൽ നിന്നൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ മെൻ്റൽ ഹൈജീൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷണൽ വെൽ ബീയിങ് ആയിട്ടിരിക്കാനും മെൻ്റൽ ഹൈജീൻ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബെറ്റർ ഫിസിക്കൽ ഹെൽത്ത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതുപോലെ തന്നെ ഫിസിക്കലി മെൻ്റലി ഫിറ്റ് ആയിരിക്കുമ്പോഴാണ് ഒരാൾക്ക് ഫിസിക്കലി മെൻ്റലി ഫിറ്റായിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒന്നാണ് മെൻ്റൽ ഹൈജീൻ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഫിസിക്കൽ ഹെൽത്ത് അപ്പോൾ തന്നെ നമുക്ക് മെൻ്റൽ ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ്. എൻഹാൻസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മളെ സഹായിക്കുന്നത് മെൻ്റൽ ഹൈജീനാണ്. അതുപോലെ ഇൻക്രീസ്ഡ് റിസൈലൻസ്. നമുക്ക് മെൻ്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്നൊക്കെ നമുക്ക് ഈസിലി ആയിട്ട് അത് ടാക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. മെൻ്റൽ ഹൈജീൻ ഈസ് അബൌട്ട് ടേക്കിംഗ് proactive steps to care for and maintain mental health. It includes a variety of practices such as managing stress, developing positive habits, maintaining social connections, and seeking support when needed. Just like physical hygiene, mental hygiene is essential for leading a healthy, balanced, and productive life. By adopting these practices, individuals can prevent mental health issues, improve emotional resilience, and enjoy a better quality of life. ഒരു മെൻ്റലി ഹെൽത്തി ടീച്ചർക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ഒക്കെയാണ് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. റിസൈലൻസ്. Ability to bounce back. Mentally healthy teacher can cope with setbacks and challenges, whether related to students' behavior, academic difficulties, or personal stresses. They don't allow these challenges to overwhelm them and instead learn from them to improve their practice. ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എമ്പത്തറ്റിക് ആയിട്ടിരിക്കും. മെൻ്റലി ഹൈജീനിക് ആയിട്ടുള്ള മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചർ. സെൽഫ് അവയർനെസ്. അവരവർക്ക് നമ്മളെ തന്നെ ഒരു ബോധം ഉണ്ടെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ മെൻ്റൽ ഇമോഷൻസിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് അടുത്തുള്ളവരെ മറ്റ് കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാനോ അല്ലെങ്കിൽ അവരെ കാമും ക്വയറ്റും ആക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. പേഷ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ടീച്ചർ എപ്പോഴും പേഷ്യൻസ് ആയിട്ടിരിക്കണം. പിന്നെ അഡാപ്റ്റബിലിറ്റി. ഇപ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്യാനും കൂടി ഒരു ടീച്ചർക്ക് കഴിവുണ്ടായിരിക്കണം. പുതിയ പുതിയ ചാലഞ്ചസ് ഏറ്റെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അവർക്ക് സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കണം. ക്ലിയറും ഇഫക്റ്റീവും ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഓപ്പൺനെസ്സോടുകൂടി സംസാരിക്കാൻ പറ്റുന്നവരായിരിക്കണം. സെൽഫ് കമ്പാഷൻ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് കുറച്ച് എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ ഇപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ മറ്റുള്ളവർ പെരുമാറണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളെ ചേഞ്ച് ചെയ്യാൻ ഒരു ടീച്ചർക്ക് കഴിയണം. അതുപോലെ തന്നെ ഹെൽപ്പ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിലാണോ നമുക്കൊരു ക്ലാരിറ്റി വേണ്ടത് അവിടെയും നമുക്ക് മറ്റുള്ളവരുമായിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. ഓർഗനൈസേഷൻ സ്കിൽസ്, ടൈം മാനേജ്മെൻറ്റ്, അതുപോലെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റൈസ് കൊടുത്ത് ചെയ്യാനും അവർക്ക് കഴിയണം. ബൗണ്ടറീസ്. അതൊരു ബാലൻസ് ആയിട്ടാണ് നമ്മളിത് കൊണ്ടുപോകുന്നത്. വർക്ക് ലൈഫ് ബാലൻസ്. ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചർക്ക് sets healthy boundaries between their professional and personal lives. They understand the importance of taking time for themselves to recharge and avoid burnout. Saying no when necessary. ഒരു മെൻ്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാണ് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നോ പറയാൻ കഴിയുക എന്നത്. പക്ഷേ എല്ലാവരെയും സംബന്ധിച്ചും അത് കഴിയണമെന്നില്ല. പക്ഷേ നമ്മളൊക്കെയും അങ്ങനെ ആകാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം നോ പറയേണ്ടടുത്ത് നോ പറയാൻ ചെറുപ്പത്തിലേ ശീലിച്ചെങ്കിൽ മാത്രമാണ് നമുക്കത് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം നമ്മളൊരു ടീച്ചറായിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അത് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ മെൻ്റലി ഹെൽത്തി ടീച്ചർ
ഇമോഷണലി റിസൈലൻ്റ് ആയിരിക്കണം, സെൽഫ് അവെയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം, സ്ട്രോങ് എബിലിറ്റി ടു മാനേജ് സ്ട്രെസ് ആൻഡ് മെയിൻറ്റെയിൻ എ ബാലൻസ്ഡ് പേഴ്സ്പെക്റ്റീവിൽ പോകണം. ഇതൊക്കെയും നോട്ട് ഓൺലി ഇംപ്രൂവ് ദയർ വെൽബീയിങ് ബട്ട് ഓൾസോ ക്രിയേറ്റ് എ പോസിറ്റീവ് നർച്ചറിങ് എൻവയോൺമെൻറ്റ് ഫോർ സ്റ്റുഡൻസിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വെൽബീയിങ് മാത്രമല്ല കുട്ടികളെ കൂടി അത് ബാധിക്കുന്നതായതുകൊണ്ടിട്ട്. By embodying these qualities, teachers can sustain their passion for teaching while contributing to a healthier, more supportive educational atmosphere.